നമസ്കാരം. നമ്മുടെ സൗരയൂഥം എന്നും അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് പരിചിതമെന്ന് കരുതിയ ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക ടെലസ്കോപ്പുകളുടെയും അത്യാധുനിക കമ്പ്യൂട്ടറേഷണൽ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ ജ്യോതിശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ കണ്ടെത്തലുകൾ സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ശനിക്കും വ്യാഴത്തിനും ചുറ്റും പുതിയ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതോടെ പ്രപഞ്ചത്തിലെ ഉപഗ്രഹ രാജാവ് എന്ന പദവിക്കായുള്ള പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കണ്ടെത്തലുകൾ ഗ്രഹങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും അവയുടെ പരിണാമത്തെക്കുറിച്ചുമുള്ള നിർണായകമായ ഉൾക്കാഴ്ചകളാണ് നൽകുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഭ്രമണപഥത്തിൽ 11 പുതിയ ഉപഗ്രഹങ്ങൾ കൂടി ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ശനിയുടെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 285 ഉയർന്നു. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന പദവി ശനി ഇതോടെ ഭദ്രമാക്കിയിരിക്കുകയാണ്. അതേസമയം വ്യാഴവും മറ്റൊരു വലിയ നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. 4 പുതിയ ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 100 കടന്ന് 101 എത്തിയിരിക്കുകയാണ്. ആദ്യമായാണ് വ്യാഴം ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്നത്. ഇതോടെ സൗരയൂഥത്തിലെ ആകെ അറിയപ്പെടുന്ന ഉപഗ്രഹങ്ങളുടെ എണ്ണം 442 ഉയർന്നു എന്നത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശം പകരുന്ന വാർത്തയാണ്. മൈനർ പ്ലാനറ്റ് സെന്ററിന്റെ അറിയിപ്പ് പ്രകാരം പുതുതായി കണ്ടെത്തിയവയെല്ലാം ഇറഗുലർ വിഭാഗത്തിൽപ്പെട്ട ഉപഗ്രഹങ്ങളാണ്. ശരാശരി 3 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഇവ വളരെ ചെറുതും ഗ്രഹങ്ങളിൽ നിന്ന് ഏറെ അകലെ വിചിത്രമായ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നവയുമാണ്. ഇവയുടെ പ്രകാശ തീവ്രത വളരെ കുറവായതിനാൽ സാധാരണ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് ഇവയെ കണ്ടെത്തുക എന്നത് തീർത്തും അസാധ്യമാണ്. നമ്മുടെ ചന്ദ്രന്റെ തിളക്കവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവ അതിസൂക്ഷ്മമായ പ്രകാശ ബിന്ദുക്കൾ മാത്രമാണ്. വലിപ്പക്കുറവും ശാസ്ത്രീയമായ പ്രാധാന്യമില്ലായ്മയും കാരണം അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടനയുടെ മാർഗനിർദ്ദേശപ്രകാരം ഇവയ്ക്ക് പ്രത്യേക പേരുകൾക്ക് പകരം ആൽഫ ന്യൂമറിക് കോഡുകളാണ് നൽകിയിരിക്കുന്നത്. അതിനൂതനമായ ഷിഫ്റ്റ് ആൻഡ് സ്റ്റാക്ക് രീതി ഉപയോഗിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. ഒരേ ആകാശഭാഗത്തിന്റെ ഒന്നിലധികം ചിത്രങ്ങൾ സംയോജിപ്പിച്ച് പ്രകാശം കുറഞ്ഞ വസ്തുക്കളെ തെളിമയോടെ കാണാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. സ്കോട്ട് ഷെപ്പാർഡ്, ഡേവിഡ് തോലൻ എന്നിവരാണ് വ്യാഴത്തിന്റെ പുതിയ ഉപഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞത്. എഡ്വേർഡ് ആഷ്ടന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശനിയുടെ പുതിയ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. ടെലസ്കോപ്പുകളുടെ കരുത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിൽ നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല. യുറാനസിന് 28, നെപ്റ്റ്യൂണിന് 16, ചൊവ്വയ്ക്ക് 2, ഭൂമിക്ക് 1 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല എന്ന വസ്തുത ഇപ്പോഴും തുടരുന്നു. പുതുതായി കണ്ടെത്തിയ പല ഉപഗ്രഹങ്ങളും മുൻപ് ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ വലയത്തിൽ അകപ്പെട്ട ക്ഷുദ്രഗ്രഹങ്ങളോ പുരാതന കാലത്തുണ്ടായ കൂട്ടിയിടികളിൽ തകർന്നുപോയ വലിയ ഉപഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങളോ ആണെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. സൗരയൂഥത്തിന്റെ ആഴങ്ങളിലേക്ക് നീളുന്ന മനുഷ്യന്റെ കണ്ണുകൾ വരും നാളുകളിൽ ഇനിയും എത്രയോ അത്ഭുതങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് കാത്തിരുന്നു കാണാം. വെബ് ഡെസ്ക് തത്വമയി TV.